8ാം കേന്ദ്ര ശമ്പള കമ്മീഷന് നിവേദനങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാനുള്ള സമയപരിധി നീട്ടി. മെയ് 31 വരെയാണ് സമയം നീട്ടിയത്. നേരത്തെ ഏപ്രിൽ 30 ആയിരുന്നു അവസാന തീയതി. ഇതോടെ തങ്ങളുടെ ആശങ്കകളും ആവശ്യങ്ങളും കമ്മീഷന് മുന്നിൽ എത്തിക്കാൻ 1 മാസം കൂടിയാണ് ജീവനക്കാർക്ക് അധികമായി ലഭിച്ചിരിക്കുന്നത്. ഓൺലൈൻ പോർട്ടൽ വഴി വിവരങ്ങൾ സമർപ്പിക്കുന്നതിൽ പല ജീവനക്കാരുടെ സംഘടനകളും സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്നാണ് കമ്മീഷൻ സമയപരിധി നീട്ടാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതും. എല്ലാ പങ്കാളികൾക്കും തങ്ങളുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ന്യായമായ അവസരം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇതിലൂടെ കമ്മീഷൻ ലക്ഷ്യമിടുന്നതെന്നാണ് അധികൃതരും വ്യക്തമാക്കുന്നത്. ശമ്പള പരിഷ്കരണം, പെൻഷൻ ഘടന, അലവൻസുകൾ, സ്ഥാനക്കയറ്റങ്ങൾ, നിലവിലെ തൊഴിൽ സാഹചര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളാണ് കമ്മീഷന് മുന്നിൽ സമർപ്പിക്കാനാവുക. ഇതെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും ശമ്പള കമ്മീഷൻ അന്തിമ ശുപാർശയും സമർപ്പിക്കുന്നത്. 8ാം ശമ്പള കമ്മീഷൻ ഫിറ്റ്മെന്റ് ഫാക്ടർ എത്രയായിരിക്കുമെന്നാണ് പ്രധാനമായും ഏവരും ഉറ്റുനോക്കുന്നത്. ഫിറ്റ്മെന്റ് ഫാക്ടർ 3.83 ഉയർത്തുക എന്നതാണ് ജീവനക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന്. 7ാം ശമ്പള കമ്മീഷൻ പ്രകാരം ഫിറ്റ്മെന്റ് ഫാക്ടർ 2.57 ആയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മിനിമം വേതനം 18,000 രൂപയായും ഉയർന്നു. നിർദ്ദേശിച്ച 3.83 ഫിറ്റ്മെന്റ് ഫാക്ടർ അംഗീകരിക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 69,000 ഗണ്യമായി വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഫിറ്റ്മെന്റ് ഫാക്ടറിന് പുറമെ നാഷണൽ കൗൺസിൽ, JCM മറ്റ് നിരവധി ആവശ്യങ്ങളും കമ്മീഷന് മുന്നിൽ വെച്ചിട്ടുണ്ട്. വാർഷിക ശമ്പള വളർച്ച വർദ്ധിപ്പിക്കുന്നതിനായി 6% വാർഷിക ഇൻക്രിമെന്റ്, സ്ഥാനക്കയറ്റത്തിൽ 2 അധിക ഇൻക്രിമെന്റുകൾ, കുറഞ്ഞത് 10,000 ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുക, വിരമിക്കുമ്പോൾ കൂടുതൽ പണം ലഭിക്കുന്നതിനായി 1 മാസത്തെ ശമ്പളം ഗ്രാറ്റുവിറ്റിയായി നൽകുക എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടും. അതേസമയം മെയ് 31-നകം നിവേദനങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ വകുപ്പ് തലത്തിലുള്ള ഹിയറിംഗുകൾ നടക്കാനുള്ള സാധ്യതയുമുണ്ട്. 2026-ലുടനീളം കൺസൾട്ടേഷനുകളും തുടരും. പിന്നീട് അന്തിമ ശുപാർശകൾ സമർപ്പിക്കപ്പെടും. ഇപ്പോൾ ഈ നീട്ടിക്കിട്ടിയ സമയപരിധി ജീവനക്കാർക്കും സംഘടനകൾക്കും തങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കാനുള്ള ഒരു നിർണായക അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.